ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും കൊല്ലം വിജിലൻസ് കോടതി കണ്ടെത്തി. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതി പരാമർശം. വേലി തന്ന വിളവ് തിന്നുവെന്നും നിരീക്ഷിച്ച കോടതി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ചാണ് പാളികൾ കൊടുത്തുവിട്ടതെന്നും പത്മകുമാറിന് പോറ്റിയുമായി 2018 മുതൽ ബന്ധമുണ്ടെന്നും SIT കോടതിയെ ധരിപ്പിച്ചു. പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും SIT കോടതി അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് പത്മകുമാർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ കെട്ടിളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിലും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും പത്മകുമാർ പ്രതിയാണ്. ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനും പങ്കുണ്ടെന്നും തെളിഞ്ഞതിനെ തുടർന്നാണ് അന്വേഷണ സംഘം പ്രതി ചേർത്തത്. അന്നത്തെ ബോർഡിനും പ്രസിഡന്റായിരുന്ന പത്മകുമാറിനും പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള പത്മകുമാറിന്റെ അടുപ്പം ദ്വാരപാലക പാളികൾ കൈമാറുന്നതിലും നിർണായകമായിട്ടുണ്ട്.